മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയാ പീലിക്കാവുകളിൽ കാലപ്പൂപ്പൊലിയാ മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയാ. സണ്ണി പകുതി എത്തുമ്പോൾ തന്നെ ആൾക്കാരൊക്കെ എഴുന്നേറ്റിട്ട് ആരോ ഒരുത്തൻ ഒരു തള്ളം കളി നേരെ കുറെ ചേച്ചിമാരും ചേട്ടന്മാരോട് സ്റ്റേജിലേക്ക് മൃദംഗൊക്കെ വായിച്ചോണ്ട് സുദർശിച്ചിട്ട് പുള്ളിയൊക്കെ എണിച്ച് എനിക്ക് ഇപ്പോഴും ഉണ്ട്. അതായത് ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ സണ്ണിയിലും ഇപ്പൊ വന്ന് തിരക്കുണ്ടാവില്ല, അതുപോലെ ആ തിരക്കായിരുന്നു സണ്ണി. ഇത്രയും സ്റ്റാർട്ട് ഞങ്ങൾക്ക് വേണ്ടായിരുന്നു, ഞങ്ങൾക്ക് കുറച്ച് പ്രൈവറ്റ് സ്പേസ് വേണം എന്നൊക്കെ തോന്നി. അയ്യോ എനിക്ക് ഒന്നിനു പോകാൻ ഒരു രക്ഷയില്ല. ഞാനിങ്ങനെ ഇരിക്കുവാണേ സാധിച്ചോണ്ടിരിക്കുക. ഒന്നെങ്കിൽ ഒരു സ്കൂൾ ബസ് കൊടുത്ത് കറക്റ്റ് ചെറിയ ഫോണാണ്. അന്ത സമയത്ത് ചെറിയ ഫോണിന്റെ കാലഘട്ടമാണ്. അന്തക്കാലം. ഞങ്ങൾക്ക് വാട്സാപ്പ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഞങ്ങൾ ഈ ഫോണൊക്കെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് കോൾസ് വരുന്നത്, ഇത് നിങ്ങൾ വിശ്വസിക്കത്തില്ല, ഇത് സത്യമാണ്. ഞങ്ങൾക്കൊക്കെ ഒരു 10, 600, 500 മിസ് കോളൊക്കെ വെച്ചിട്ട് ഈ 1.5 മണിക്കൂർ സമയം കൊണ്ട് ഞങ്ങൾക്ക് വരുന്ന മിസ് കോളിന്റെ എണ്ണം ഇത്രയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫോണൊന്ന് നോക്കട്ടെ ആദ്യം, എന്നിട്ട് ജയിപ്പിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുത്തൻ അങ്ങ് തിരിച്ചു നോക്കി. ഈ അളിയില 999 മിസ് കോൾ. കാരണം ഈ 999 മിസ് കോൾ വേണ്ടി വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചതാ. എടുക്കുന്നില്ല, ഇവര് ഇറങ്ങിയിട്ട് 1 മാസമായി. മീൻ മേടിക്കാനെന്നും പറഞ്ഞ ഇറങ്ങിയതാ. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, പക്ഷെ എന്നാലും എനിക്കൊരു 5-6 ഭാര്യമാരുണ്ട്. അതിൽ ഒരു ഭാര്യ, ഇത് ഗോപന്റെ ഭാര്യയാണ്, ഞാനങ്ങ് എടുത്തു. അപ്പം ഞാനങ്ങ് എടുത്തു. ഈ സൈഡിൽ നിന്ന് കുറച്ച് നേരത്തെ 2 നോട്ട് ദ പോയിന്റുകൾ വന്നിരുന്നു ചില കാര്യങ്ങളിൽ. അതുകൊണ്ട് ചോദിക്കാം, കൂട്ടത്തിൽ ഏറ്റവും വലിയ കോഴിയാരാ? ഇവൻ പ്രത്യക്ഷത്തിലല്ലെങ്കിലും അല്ല, പേര് മുഴുവൻ സുദർശനാണെങ്കിലും അല്ലേ, അങ്ങനല്ലേ? ഷുഗർ സൺ. ഷുഗർ പട്ടാണ്. അതെ, പട്ടല്ലടാ പൊട്ട. അല്ലല്ല മൊത്തം നമുക്ക്. പക്ഷെ എന്നേക്കാൾ വലിയ കാട്ടുകോഴികളാണ് ഇവിടെ ഉള്ളത്. അത് നമുക്ക് ലഭിക്കുന്നതാണ്, ലഭിക്കുന്ന ഭാഗ്യങ്ങളാണ് അതൊക്കെ. ലഭിക്കുന്ന ഭാഗ്യങ്ങളാണ്. കോഴിപ്പട്ടം ചാപ്പി കിട്ടിയിട്ടുള്ളത് സ്റ്റാർ സിംഗറിൽ, അല്ലെങ്കിൽ നമ്മുടെ ശരിക്കും പറയില്ലേ വയസ്സേ കാമദേവ. അല്ല, അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല ഇന്ന്. അല്ല, അത് പറഞ്ഞിട്ട് ഇപ്പൊ ചെന്ന് കേട്ടില്ല. മഴമുകിലൊളി വർണ്ണൻ മധുബാലചേട്ടൻ നമ്മുടെ ചങ്കാണ്, അത് കുഴപ്പമില്ല, അവിടെ കുഴപ്പമില്ല. ഞങ്ങൾ പുള്ളിയുടെ മുമ്പിൽ വെച്ചിട്ട് ഈ കോഴിയുടെ കാര്യം ഇല്ല, അത് മറ്റേ ആ ഒരു ഫ്ലോയിലേക്ക് വന്നപ്പോ കോഴിയുടെ കാര്യമാണോ ചോദിച്ചത്? അത് വേറെ ടോപ്പിക്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഐഡിയ സ്റ്റാർ സിംഗർ നടക്കുന്ന സമയത്തെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല ഫാൻസിനെ, കാരണം നിങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഒക്കെ വേണ്ടി വരുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. സത്യമാണോ? അതെവിടെ നീ ഉണ്ടായിരുന്നു അറിയില്ല. അബ്ബാസിയിൽ ഒരു ദിവസം പോയപ്പോഴത്തേക്കും സന്നിധാനത്തിനൊക്കെ അന്നുണ്ടായിരുന്നു. അന്ന് പയ്യോളിയിലെ പ്രോഗ്രാമിനൊക്കെ ഞങ്ങള് പ്രോഗ്രാം ചെയ്തപ്പോഴൊക്കെ ചില സ്ഥലങ്ങളില് ഇപ്പം അങ്ങനെ ഒരാള് മാത്രമായിട്ട് പോകുമ്പോ അങ്ങനെ ഉണ്ടായിരുന്നു തോന്നിയിട്ടില്ല. ഒരാള് മാത്രമായിട്ട് അങ്ങനെ കിട്ടിയിട്ടുള്ള അബ്ബാസിയിൽ ഒരു പ്രോഗ്രാം, കുവൈറ്റ് അബ്ബാസിയിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോഴത്തേക്കും ആ സമയത്ത് അറബി പോലീസ് വന്നിട്ട് എല്ലാവരെയും മാറ്റിയിട്ടുണ്ട്. കാരണം മലയാളി തിങ്ങി പറക്കുന്ന ഏരിയ ആണല്ലോ അബ്ബാസിയ ആ സമയത്ത്. അത് ഇപ്പോഴാണെന്ന് അറിയില്ല. ഭയങ്കര റഷായിട്ട് സന്നീനെ കാണാൻ വേണ്ടി മാത്രം അങ്ങനെ. സന്നിച്ചേട്ടൻ എവിടെ ചെയ്താലും ആലപ്പുഴ നമ്മുടെ ഈ ആലപ്പുഴ ബൈപ്പാസ് ഒക്കെ ഇപ്പം ചാലു ആകുന്നതിന് മുന്നേ ആലപ്പുഴ തിരുവമ്പാടി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് നമ്മുടെ ആലപ്പുഴയിൽ. ആ ജംഗ്ഷനിലെ തിരുവമ്പാടി അമ്പലത്തിൽ സന്നിച്ചേട്ടൻ്റെ പ്രോഗ്രാം എത്രയോ മണിക്കൂറുകളാണ് KSRTC ഉൾപ്പെടെയുള്ള വണ്ടികൾ ബ്ലോക്കായി കിടന്നുള്ളൂ. അതുപോലെ അത് സന്നിച്ചേട്ടൻ്റെ കൂടെ ആ ഒരു സീസണിൽ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര
സന്തോഷവും അഭിമാനവും തരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കൂടെ ഏറ്റവും സ്റ്റാർഡം സണ്ണിക്ക് ഇപ്പോഴും ആ ഒരു സ്റ്റാർഡം ഉണ്ട് കേട്ടോ. കാരണം തൃശ്ശൂരാണ് സണ്ണി. ഞങ്ങൾ പലപ്പോഴും ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ പോകുമ്പോൾ അവിടെ കഴിക്കാൻ സമ്മതിക്കില്ല, അതുപോലെ കഴിക്കാനായിട്ട് വായിൽ വെക്കാം, അപ്പോഴേക്കും ആൾക്കാർ വന്നിങ്ങനെ കൂടി ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാതെ സണ്ണി ഇരിക്കുന്നുണ്ട്. അതിപ്പോഴും അവസ്ഥ ഭയങ്കരമായിരുന്നു. കാരണം ആ സമയത്ത് ഇപ്പം നമ്മള് ഇപ്പൊ ഫോൺ വരികയെന്ന് പറഞ്ഞില്ലേ, സണ്ണിച്ചേട്ടന്റെ ഫോൺ ഇങ്ങനെ നിർത്താതെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിട്ട് ഒരു പരിധി നമുക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. കാരണം സംസാരിച്ച് ശബ്ദമൊക്കെ പോയി പുള്ളി ഫോൺ അവിടെ വെച്ചിട്ട് പോവുക, ഇതൊക്കെ തന്നെയായിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞ പോലെ പയ്യോളിലും ഇതുപോലെ ഒരു പരിപാടി നടന്നപ്പം ഞങ്ങൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് പുള്ളി വന്നത്. അപ്പൊ പുള്ളിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ ആൾക്കാർ പുള്ളിനെ നോക്കിയെന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. പുള്ളി ഇപ്പൊ വരും എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്ന ആ ഒരു അതെനിക്ക് തോന്നുന്നു സ്റ്റാർ സിംഗറിൽ എനിക്ക് ഏറ്റവും സ്റ്റാർഡം എന്നുള്ളൊരു സംഭവം. അതുകൊണ്ട് ഈ വൈക്കത്തഷ്ടമിക്ക് സണ്ണി ചേട്ടൻ ഞാനും കൂടെ നയിക്കുന്ന ഭക്തിയാനുള്ളത്. അപ്പോൾ ഞാൻ 1 മണിക്കൂർ മുമ്പ് അവിടെ എത്തി, മറ്റേ ഓർക്കസ്ട്രയ്ക്ക് ചെക്ക് ചെയ്യുക. അപ്പോൾ കട്ടണം കിട്ടുന്നുണ്ട്. അപ്പോൾ സണ്ണി ഉള്ളിലുണ്ടെന്ന് വെച്ചിട്ട് ആൾക്കാർ തള്ളിയിട്ട് ഒരു സൈഡിൽ നിന്ന് തള്ളി കഴിഞ്ഞാൽ പിന്നെ തീർന്ന് ഫുള്ളെല്ലാം സ്റ്റേജിലേക്ക് പറഞ്ഞു വിടും. സണ്ണി അന്ന് വന്നത് 1.5 മണിക്കൂർ ലേറ്റ്. കാരണം സണ്ണിക്ക് വേറെ പ്രോഗ്രാം എന്തോ ഉദ്ഘാടനം കഴിഞ്ഞ് വന്നതാണ്. അപ്പം ഞാൻ മറ്റേ ഉദിച്ചുയർന്നു മാമല എന്നൊക്കെ പറഞ്ഞ് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കല്ലൊക്കെ വരും, ഉത്രം നക്ഷത്രം. കാരണം എന്ന് വെച്ചാൽ സണ്ണി വരാത്തതായിട്ട് സണ്ണി എവിടാ എന്നൊക്കെ ഞാൻ പറഞ്ഞു ഇപ്പം വരും. അപ്പോൾ വരുമ്പോൾ 1.5 മണിക്കൂറായി. മറ്റേ മലവാടിയിലെ മറ്റേ സീനൊക്കെ ആയിപ്പോയി. മറ്റേ ആൾ വരാത്തോണ്ട് ക്ലൈമാക്സ് അവസാനം ഞാൻ മനസ്സിലാക്കി ദൈവം ഇന്ന് എൻ്റെ മിക്കവാറും ഇന്ന് എൻ്റെ ലാസ്റ്റ് പരിപാടി ആവുന്നത്. നോക്കുമ്പോൾ സണ്ണി പകുതി എത്തുമ്പോൾ തന്നെ ആൾക്കാരൊക്കെ എഴുന്നേറ്റിട്ട് ആരോ ഒരുത്തൻ ഒരു തള്ളം കളി നേരെ കുറെ ചേച്ചിമാരും ചേട്ടന്മാരുടെ സ്റ്റേജിലേക്ക് മൃദംഗൊക്കെ വായിച്ചോണ്ടിരുന്ന സുദർശന പുള്ളിയൊക്കെ എണീച്ച് എനിക്ക് ഇപ്പോഴും ഉണ്ട്. അതായത് ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ സണ്ണിയിലും ഇപ്പൊ വന്ന് തിരക്കുണ്ടാവില്ല, അതുപോലെ ആ തിരക്കായിരുന്നു ഞങ്ങൾക്ക് ടൈറ്റിൽ കിട്ടി കേട്ടോ, സണ്ണി അന്ന് സണ്ണി ലിയോൺ ആയിരുന്നു. സന്തോഷായില്ലേ? ചെലവിടോ സണ്ണി എന്നോട് ക്ഷമിക്കണത്. അതായത് അണ്ണനെ പൊക്കി ഇങ്ങനെ കൊണ്ടുപോയിട്ട് വേറെ ഏതോ തലത്തിലേക്ക് കറക്കി എറിഞ്ഞാണ്. അല്ല, സണ്ണിയുടെ ആ പെക്യുലിയർ ശബ്ദം കാരണം ഒരുപാട് സിനിമകളിലും ഒക്കെ ഇപ്പൊ സന്തോഷ് നാരായണന്റെ മൂവിയിലൊക്കെ പാടിയില്ലേ, തമിഴിലൊക്കെ. അപ്പൊ അന്നൊക്കെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ അത്രയും വലിയൊരു ഇതിൽ പാടുന്നു എന്നൊക്കെ പറയണത് ഇപ്പോഴും നമുക്കൊന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഞാനൊക്കെ ഒരു വലിയ ലാലേട്ടൻ ഫാൻ ആയതുകൊണ്ട് എൻ്റെ സൂപ്പർ ആക്ടർ നമ്മുടെ ലാലേട്ടൻ എന്ന് പറഞ്ഞൊരു തീം സോങ് ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ആരാധനയായിരുന്നു ആ സമയത്ത്. ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊരു പ്രൈവസി ഇഷ്യൂ, ഇത്രയും സ്റ്റാർഡം ഞങ്ങൾക്ക് വേണ്ടായിരുന്നു, ഞങ്ങൾക്ക് കുറച്ച് പ്രൈവറ്റ് സ്പേസ് വേണം എന്നൊക്കെ തോന്നുന്നൊരു ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. കാരണം ആ സമയത്ത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ മേലാത്ത പോലെ എനിക്ക് ഇഷ്ടം പോലെ അനുഭവം. കാരണം ഞാനൊരു ദിവസം ഇങ്ങനെ എനിക്ക് വേണമെങ്കിൽ എനിക്ക് ഒന്നിന് പോകാൻ ഒരു രക്ഷയില്ല, ഞാനിങ്ങനെ ഇരിക്കുവാണേ. അപ്പം എനിക്ക് എന്താ ചെയ്യാൻ പറ്റും, ഞാൻ നൈസായിട്ടൊക്കെ ഇങ്ങനെ സാധിച്ചോണ്ടിരിക്കുക. അപ്പോൾ ഒന്നിക്കും ഒരു സ്കൂൾ ബസ് കൊടുത്ത് കറക്റ്റ് ഇവിടെ കൊണ്ട് നിർത്തി. കാരണം എനിക്കെന്താ ചെയ്യേണ്ടെന്ന് അറിയുമ്പോഴാ. കാരണം അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു ഇത് കിട്ടിയത് ഇച്ചിരി ഓവറായി പോയത്. അല്ല, അന്നൊക്കെ നമ്മൾ പുറത്തിറങ്ങുമ്പോഴേ, പ്രത്യേകിച്ചും ഒറ്റയ്ക്ക് ഇറങ്ങുമ്പോൾ വലിയ കുഴപ്പമില്ല, ഒരുമിച്ച് ഞങ്ങളന്ന് ഈ ഷൂട്ടൊക്കെ ഉള്ള സമയത്ത് ഈ ഒരു 10 ദിവസം ചിലപ്പോൾ 5-6 ദിവസമൊക്കെ ഉണ്ടാവും ഞങ്ങളുടെ ഈ ഗ്രൂമിങ് സെഷൻ. അപ്പൊ അതിന് ആദ്യത്തെ കുറച്ച് ദിവസം ഞങ്ങൾ ഈ കറങ്ങാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. എത്തും. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്ത് പോകും, മറ്റേ സംസമിൽ പോയി ഭക്ഷണം കഴിക്കും. അപ്പൊ അവിടെ പോകും, രാത്രിയാകുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങും. അപ്പൊ ഒരുമിച്ച് ഞങ്ങളെ കാണുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ഇവരുടെയൊക്കെ കാര്യങ്ങളാണ്. അവരെ കാണാറുണ്ടോ, ഇവര് മെസ്സേജ് അയക്കാറുണ്ടോ, അങ്ങനെ കോണ്ടാക്ട് ഉണ്ടോ എന്നുള്ളത്. നമ്മളെ കാണുമ്പം എല്ലാവരെയും കണ്ടൊരു സന്തോഷമാണ് അവർക്കൊക്കെ, ആൾക്കാർക്ക്. അപ്പൊ അന്നൊക്കെ കുറച്ച് പ്രശ്നമായിരുന്നു. കാരണം എപ്പോഴും ഫോൺ വിളി, നമുക്ക് ഒന്നിനും ഒരു സൗകര്യം ഇല്ലാത്ത പോലെ. ശല്യം എന്നല്ല, ആ സമയത്ത് പെട്ടെന്ന് ഞങ്ങളൊക്കെ അന്ന് എല്ലാവരും ചെറുതല്ലേ, അപ്പൊ ആ സമയത്ത് നമുക്കൊരു ഫ്രീഡം ഇല്ലാത്ത പോലെ ഒരു തോന്നലുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ അതെല്ലാം അറിയില്ലേ. ഫോൺ വിളിയുടെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം മെമ്മറിയിൽ ഓർക്കാണ്. ചെറിയ ഫോണാണ് അന്ത സമയത്ത് ചെറിയ ഫോണിന്റെ കാലഘട്ടമാണ്. വാട്സാപ്പ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഞങ്ങൾ അന്ന് നമുക്ക് എല്ലാവർക്കും ഭയങ്കര കോൾസ് വരും, ഒരുപാട് കോൾസ് വരും. ഞങ്ങൾ വിചാരിക്കും ഇത് എന്തുവാണ് ഇത് ഇത്രമാത്രം കോൾസ് ഒക്കെ വരാണ്ട് എവിടുന്ന ഈ ലീക്ക് ആവുന്നത്, എങ്ങനെയൊക്കെ നമ്മൾ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ നോക്കും. ഒരു ദിവസം ഞങ്ങൾ
എണീച്ചിട്ട് നമ്മളിങ്ങനെ ഒരു ചെറിയൊരു മത്സരം. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ കുട്ടി കുട്ടി ഗ്രൂപ്പ്സ് മോശം ഇതായിട്ടല്ല പറയുന്നത്, എല്ലാവരും ഓരോരോ സ്പേസസിലുണ്ട്. അപ്പോൾ ഞാൻ ഇവൻ ഗോപൻ വില്യം, ഐ മിസ് വില്യം ആക്ച്വലി. നമ്മളെല്ലാവരും കുറച്ച് തിരക്കിലാണ് അവനുള്ളത്, കുറച്ച് ദൂരെയാണുള്ളത്. അവൻ UK സെറ്റിൽഡ് ആണ് ഇപ്പോൾ. അപ്പം ഞങ്ങളെല്ലാവരും ഒരു മത്സരം വെച്ചു. രാവിലെ എണീച്ചിട്ട് എടാ ഇന്നൊരു മത്സരം വയ്ക്കാം, ഒരു ഉച്ച 12 മണി വരെ ആരും ഫോൺ എടുക്കാൻ പാടില്ല, നമുക്ക് നോക്കാം എത്ര കോള് ആർക്ക് വരുന്നുണ്ട്, ഫസ്റ്റ് ആർക്ക് വരുന്നോ അവൻ ജയിക്കും. അങ്ങനെ ഒരു മത്സരം വെച്ചു. അതിൽ വേറെ ആരും ഇല്ല, ഞാൻ ഇവൻ ഗോപൻ വില്ലു. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് കോൾസ് വരുന്നുണ്ട്, തുരുതുരാ കോൾസ് വരിക. അപ്പം ഫസ്റ്റ് വെച്ച് രാവിലെ ഒരു 9 മണിക്ക് തുടങ്ങിയിട്ട് ഞങ്ങളൊരു 12 മണിയായി. അപ്പോൾ ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോൺ ചെക്ക് ചെയ്യാൻ നോക്കിട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം പറയാണ്, ആർക്കാണ് ഈ കൃഷ്ണന്റെ പട്ടം കൊടുക്കാൻ പറ്റാന്ന് അറിയുന്ന ഒരു സാധനത്തിന്റെ ഒരു തെളിവാണ്. ഞങ്ങൾ ഈ ഫോണൊക്കെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് കോൾസ് വരുന്നത്, ഇത് നിങ്ങൾ വിശ്വസിക്കത്തില്ല, ഇത് സത്യമാണ്. ഞങ്ങൾക്കൊക്കെ ഒരു 10, 600, 500 മിസ് കോളൊക്കെ വെച്ചിട്ട് ഈ 1.5 മണിക്കൂർ സമയം കൊണ്ട് ഞങ്ങൾക്ക് വരുന്ന മിസ് കോളിൻ്റെ എണ്ണം ഇത്രയാണ്. അപ്പോൾ ഒരുത്തൻ്റെ ഇടയ്ക്ക് എല്ലാം ഫോൺ തിരിച്ചു വെച്ചിരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഫോണൊന്ന് നോക്കട്ടെ ആദ്യം, എന്നിട്ട് ജയിപ്പിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുത്തൻ അങ്ങ് തിരിച്ചു നോക്കി. ഈ അളിയനാ തുറന്ന് നോക്കിയപ്പോണ്ടല്ലോ കാണുന്നെന്താ അറിയോ, 999 മിസ് കോൾ. 999 മിസ് കോൾ കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ മുകളിലത്തെ കൗണ്ട് ഇതിൽ കാണിക്കത്തില്ല. ഈ 1100 ഫോണായിരുന്നു ഇവന്റെ. മോനെ പട്ടം കാരണം ഈ 999 മിസ് കോൾ വേണ്ടി വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചതാ, ഇവന് ഇറങ്ങിയിട്ട് 1 മാസമായി. അപ്പൊ മീൻ മേടിക്കാനെന്നും പറഞ്ഞ് ഇറങ്ങിയതാ. നിന്നെ രക്ഷപ്പെടുത്തി ചെലവ് ഇങ്ങനെയൊക്കെ വരുമായിരുന്നു. സത്യം ഭയങ്കര അത് അല്ല, ചില സമയത്ത് അത് ഭയങ്കര രസമായിട്ടും തോന്നും. നമ്മളിപ്പോ എവിടെ പോയാലും ആൾക്കാർ ഈ പറഞ്ഞ പരിചയം ഉണ്ടെന്ന് കാണിക്കുന്നത്. പക്ഷെ നമ്മൾ എവിടെയെങ്കിലും പെട്ടുപോയാൽ നമുക്ക് വീട്ടിലെത്താം. പ്രത്യേകിച്ചും ഇപ്പൊ പോലീസ് ചെക്കിംഗ് ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മള് എന്തെങ്കിലും അർജന്റായിട്ട് പരിപാടിക്ക് പോകുമ്പോ നീ പാട്ടുകാരല്ലേ, നീ എവിടെ പോണോ സാർ പ്രോഗ്രാം വിട്ടു അപ്പൊ ബാക്കിലുള്ളവരെ രക്ഷപ്പെട്ടല്ലേ. അത് ഒരുപാട് സമയത്ത് അത് ഞങ്ങൾക്കെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രത്യേകിച്ച് ഞങ്ങൾ ഈ ട്രെയിൻ യാത്ര ഭയങ്കര കൂടുതലായിരുന്നു. ഇപ്പം നമ്മളെന്ന് വെച്ചാൽ ഒരു പെട്ടെന്നൊരു പ്രോഗ്രാം കിട്ടുമ്പം ആ പ്രോഗ്രാം നോക്കുന്നു, അപ്പം ഡേറ്റ് ഉണ്ടെങ്കിൽ എടുക്കുക. നെക്സ്റ്റ് ഡേ ചിലപ്പോൾ ഇപ്പം പറഞ്ഞ പോലെ ഇന്ന് കണ്ണൂർ, ചിലപ്പോൾ നാളെ കൊല്ലത്തൊക്കെ ആയിരിക്കും പരിപാടി വരിക. അപ്പം നമ്മൾ ഈ ട്രെയിനിൽ തന്നെ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുക. പല സമയത്തും ഈ പറഞ്ഞ പോലെ ചില TTRമാർ എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ പ്രോഗ്രാമിന് പോകുന്നതല്ലേ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇപ്പോഴും ചിലവരൊക്കെ ബാങ്കിൽ ചെന്നാലും ഓഫീസിൽ ആരെങ്കിലുമൊക്കെ ഒരാൾ നമ്മളെ അറിയാവുന്നവരുണ്ടാവും. അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് സാധിച്ചു. ഇപ്പൊ ഒരു തുണി എടുക്കാൻ ഒരു കടയിൽ ചെന്നാലും അവിടെ ചെന്നാലും ഉണ്ട് ഇപ്പോഴും നമ്മളെ അറിയാവുന്ന ആൾക്കാർ. അപ്പൊ അതിപ്പോഴും അന്നത്തെ അത്ര ഇല്ലെങ്കിലും ഇപ്പോഴും എല്ലാവർക്കും നമുക്ക് എവിടെ ചെന്നാലും ഒരു പ്രയോറിറ്റി ഉണ്ട്. ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ ജഡ്ജസുമായിട്ട് കുറച്ചധികം കണക്ട്, ഇപ്പൊ എനിക്ക് ഉഷ ദീദിയുടെ കാര്യം പറഞ്ഞപ്പോഴാണെങ്കിലും ഒരുപാട് നിങ്ങൾക്ക് കോംപ്ലിമെന്റ്സ് ഒക്കെ തന്നിട്ടുണ്ടല്ലോ. ഏറ്റവും അധികം ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന ഒരു കോംപ്ലിമെന്റ് എന്തായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്? ആര് പറഞ്ഞതാണ്? എനിക്ക് ശരത് സാർ പറഞ്ഞ മറക്കാൻ പറ്റാത്ത ഓർമ്മയാണ്. എടാ നന്നായിട്ട് പാടിയിട്ടുണ്ട്, ബെൽറ്റ് കെട്ടാൻ മറക്കരുത്. എനിക്ക് കൊണ്ടുവന്നതേ ഇവനാണ്. മലയാളത്തിൽ ആ ട്രെൻഡ് ഉണ്ടാക്കിയത്. ഞങ്ങളുടെ റൂമിൽ നിന്ന് ആദ്യം ബെൽറ്റ് എടുക്കുന്നവനാണ് ബെൽറ്റ് കിട്ടുന്നത്. ആദ്യം റൂമിലുള്ളതിലേക്ക് ഏറ്റവും നല്ല ടീഷർട്ട് ആദ്യം ആരെടുക്കും അവനത് കിട്ടും. അലക്കി കൊടുക്കാന്നൊക്കെ പറയും, നടക്കത്തില്ല. റോഷൻ ബെൽറ്റ് ഇല്ലാതാണ് മിക്ക ദിവസവും പോകുന്നത്. സാറ് നോക്കുമ്പോഴത്തേക്ക് ഏത് ബ്രാൻഡാണ് ഇന്നർ ഉള്ളതെന്ന് കാണാൻ പറ്റും. ഇവന്റെ ആരുടെ ബർത്ത്ഡേ ഒക്കെ, നിന്റെ ആണോ നിതിൻ രാജിന്റെ ആണോ ബർത്ത്ഡേയുടെ കേക്ക്? ഞങ്ങൾ ഒരുമിച്ചാണ് കട്ട് ചെയ്തത്. ഫുൾ ഓൾ ദ ടൈം ഇവൻ ലോ വേസ്റ്റ് ആണ്. ശരത് സാർ തന്നെയാ കണ്ട അവന്റെ ബർത്ത്ഡേ ആയിട്ട് പോലും ഒരു ബെൽറ്റ് കെട്ടിക്കൊണ്ട് വരാൻ നാണോ മാനോ ഇല്ലാത്തവൻ. ഇത് കഴിഞ്ഞിട്ട് സ്റ്റേജിൽ അടുത്ത പാട്ട് പാടാൻ വന്നപ്പോഴത്തേക്കാണ് ഈ പാട്ടൊക്കെ നന്നായിട്ട് പാടി, അടുത്ത പ്രാവശ്യമെങ്കിലും ഒരു ബെൽറ്റ് കെട്ടിക്കൊണ്ടൊക്കെ വന്ന് പാടും. കൈയൊക്കെ പൊക്കുമ്പോ ഞാനൊക്കെ ചന്ദ്രയിലെ ശ്രീനിവാസനെ എടുത്തുണ്ട്. അതായിരുന്നു ഞാൻ. എന്നെ സംബന്ധിച്ച് ചന്ദനമണി തന്നെയായിരുന്നു. അതില് പറഞ്ഞ പോലെ MG ശ്രീകുമാർ സാർ ഇങ്ങനെ പറഞ്ഞു, ഇത് ഇത്രയും നന്നായിട്ട് ആരും ഇങ്ങനെ ലൈവ് പാടിയിട്ടില്ല എന്ന് പറഞ്ഞു. അത് അപ്പൊ പാടിയ ഒരാൾ പറയുന്നതിലും വലിയൊരു കോംപ്ലിമെന്റ് നമുക്ക് അതിൽ കിട്ടാനില്ലല്ലോ. അതായിരുന്നു ഏറ്റവും വലിയ കോംപ്ലിമെന്റ്. ഓക്കെ,
സുദർശൻ ചേട്ടൻ? എനിക്ക് അപ്രീസിയേഷനേക്കാൾ മുന്നേ ഒരു പാട്ടിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് അന്ന് പാടാൻ പോകുമ്പോഴത്തേക്കുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം നമ്മൾ പെർഫോമൻസ് റൗണ്ട് വരുമ്പോഴത്തേക്കും എന്താണ് ഗെറ്റപ്പ് റൗണ്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് ഞാനും വരുണും ഞാനും കൂടെ ഉന്നം മറന്ന് തെന്നിപ്പറന്ന് ആ പാട്ടെടുത്തു. അപ്പം ഞങ്ങൾ രണ്ടുപേരും വരുൺ നോർമൽ മുകേഷ് സാറൊക്കെ ഇടുന്ന പോലത്തെ ഒരു ഹാഫ് സ്ലീവ് ഷർട്ട്, നോർമൽ ഒരു പാൻറ്. അപ്പം ഞാൻ ജഗദീഷ് സാറിൻ്റെ ഗെറ്റപ്പായിരുന്നു. ഞാൻ ടൈയൊക്കെ കെട്ടി കയ്യെ പാൻറ് കാലേ പാൻറ് ഒക്കെ ഇട്ടിട്ട് ടവലിനകത്ത് പേസ്റ്റൊക്കെ എടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ച് മറ്റേ ഇടയ്ക്ക് കാക്ക തൂറി അതൊക്കെ ആ സംഭവമൊക്കെ ചെയ്യാനായിട്ട് വന്നപ്പോൾ അന്നത്തെ സെലിബ്രിറ്റി ജഡ്ജിനെ കൊണ്ടുവരുന്ന വണ്ടി വന്നു. വണ്ടിയിൽ നിന്ന് നേരെ ഇറങ്ങുന്ന ജഗദീഷ് സാറാണ്. അപ്പം ഞാൻ പാളി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നാശകോശമായി. പിന്നെ മേക്കപ്പ് റൂമിൽ ചെന്ന് സാറിനെ കണ്ട്, സാർ ഇന്ന പോലത്തെ സംഭവമാണ് ചെയ്യാൻ പോകുന്നത്. സാറ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അങ്ങനെ പാടി അത് ഭയങ്കര ഹിറ്റായിരുന്നു. അതായത് റോഷൻ പറയുന്ന ഈ മറ്റേ 999 മിസ് കോൾസിന്റെ തൊട്ട് മുന്നേ ഒരു 2 ദിവസം മുന്നേ ടെലികാസ്റ്റ് ചെയ്ത എപ്പിസോഡാണിത്. അന്നും ഇതുപോലെ ഞാൻ ഈ പ്രോഗ്രാം ഇപ്പം നമ്മുടെ പ്രോഗ്രാം TV നടക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം വിളിക്കുമല്ലോ. അപ്പോഴും നമുക്കിത് നമ്മൾ കാണാൻ ഇരിക്കുന്ന സമയത്ത് ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ശരിക്കും കാണാൻ പറ്റാതെ ഞാൻ അന്നേരം സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വയ്ക്കും. അന്നും ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് 940 മിസ് കോൾസ് ആയിരുന്നു ആ 1 hour എപ്പിസോഡ് കാണാൻ വേണ്ടി. അതിനുശേഷമാണ് പിന്നെ നമ്മൾ മത്സരം വെക്കാൻ തുടങ്ങിയത് ഓരോരുത്തർ തമ്മിൽ. അപ്പോഴും ഭാഗ്യം കൊണ്ട് ഞാനാണ് ജയിച്ചിട്ടുള്ളത്. എനിക്ക് അന്നൊന്നും എന്നും ഇപ്പോൾ ഏത് പ്രോഗ്രാമിന് പോയാലും ഒക്കെ എല്ലാവരും പഠിപ്പിക്കുന്ന പാട്ട് കറുപ്പുതാൻ എനിക്ക് പിടിച്ച കളർ എന്നുള്ള പാട്ടാണ്. അപ്പം അതിൻ്റെ എപ്പിസോഡിൽ വന്നത് അന്ന് ആക്ച്വലി അന്നൊക്കെ കുറച്ചൊക്കെ ആയി നമ്മളിങ്ങനെ ആകെ ടെൻഷൻ. കുറേ കഴിയുമ്പോൾ നമുക്ക് ഈ കോമ്പറ്റീഷൻ ആദ്യം വരുമ്പം കോമ്പറ്റീഷന് പങ്കെടുക്കാനായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊരു കളി തമാശയായി. പിന്നെ അങ്ങോട്ട് പോകുന്തോറും ഈ ടെൻഷൻ ആണല്ലോ. അപ്പോൾ അങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടാണ് ഞാൻ അന്നത് അതിൽ കയറുന്നത്. പക്ഷെ ആ പാട്ട് അന്നത് ഗ്രൂം ചെയ്ത അബ്ബാസഖനെ ഇപ്പോഴും ഓർക്കുന്ന ഈ സമയത്ത് പ്രത്യേകിച്ച് പറയണം. ഞങ്ങളെല്ലാം ഈ പറഞ്ഞ പോലെ സ്വന്തം പോലെ, അതായത് ഞങ്ങളെക്കാൾ ടെൻഷനാണ് ഞങ്ങളവിടെ പെർഫോം ചെയ്യുമ്പോൾ അബ്ബാസഖയ്ക്ക്. അപ്പോൾ ഈ കറുപ്പുതാൻ എനിക്ക് പിടിച്ച പാട്ട് ഞാനത് എടുത്ത സമയത്ത് ഞാനത് പാടുമ്പോഴും പെർഫോം ചെയ്യുമ്പോഴൊക്കെ അബ്ബാസഖ എന്നോട് വന്ന് പറയും, ഇത് നീ പൊരിക്കും എന്നുള്ള രീതിയിൽ എന്നോടൊന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടൊന്ന് ഇത് മേടിക്കുക, എങ്ങനെയെങ്കിലും അടുത്ത ഇതിലേക്ക് പോകുക എന്നുള്ളതായിരുന്നു. അപ്പം ഇത് ഫസ്റ്റ് അപ്പം എന്നോട് കറുപ്പ് സാരിയൊക്കെ സജസ്റ്റ് ചെയ്യുന്നത് അബ്ബാസൊക്കെയാണ്. അപ്പം അതിന് വേണ്ടി പ്രത്യേക സാരിയൊക്കെ മേടിച്ചു. അതും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സാരി പിന്നെ വേറെ ഒന്നും കൊടുത്തിട്ടില്ല, കാരണം അത് അത്ര പോപ്പുലറായത് കാരണം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം അങ്ങനെ അത് പാടി കഴിഞ്ഞിട്ട് ജ്യോതിർമയി ആയിരുന്നു അന്നത്തെ ഗസ്റ്റ്. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ എന്നെ തന്നെ ഇങ്ങനെ നോക്കിയിരുന്നു കുറേ നേരം. എന്നിട്ട് നിങ്ങൾ എന്ത് രസമാണ് അത് ചെയ്യുന്ന കാണാൻ, ആ പാട്ടിന് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോഴും ആ പാട്ട് എനിക്ക് തന്ന പോലൊരു മൈലേജ് വേറെ ഒരു പാട്ടും, ഞാൻ എത്രയൊക്കെ പാട്ടുകൾ ഇനി പാടിയാലും എനിക്ക് തോന്നുന്നു ആ പാട്ടിൻ്റെ പേരിലായിരിക്കും ഒരു പക്ഷേ അതിൻ്റെ ഒറിജിനൽ സിംഗറിനെയൊക്കെ കൂടുതൽ ആ പാട്ടിൻ്റെ ഒരു ഗുണം അനുഭവിച്ചത് ഞാനായിരിക്കും എന്ന് തോന്നുന്നു. കാരണം മലയാളികളുടെ ഇടയ്ക്ക് ഇപ്പോഴും ആ പാട്ട് കേൾക്കുമ്പോൾ അന്ന് തന്നെ എന്നെ അത് ടെലികാസ്റ്റ് ചെയ്ത സമയത്ത് ഒരു ലേഡി, അവരുടെ മകള് കുറച്ച് ഡാർക്കാണ്. അപ്പം ഈ പാട്ട് കേട്ടിട്ട് അവർ പറഞ്ഞത് ഈ കറുപ്പിൻ്റെ ഇത്രയും ഗുണങ്ങളൊക്കെ ഭയങ്കര കോംപ്ലക്സ് ആയിരുന്നു അത്ര കുട്ടിക്ക്, ചെറിയ കുട്ടിയാണ്. അപ്പം അവളുടെ കോംപ്ലക്സ് മാറ്റി ആ പാട്ട് കേട്ടിട്ട്, ആ കറുപ്പിന് ഇത്രയധികം ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞു. അവൻ അതൊന്നും എൻ്റെ ഗുണമല്ല, അത് ആ എഴുതിയ ആളുടെ ഇതാണ്. പക്ഷെ അവൾക്കത് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോഴാണ് അവൾക്കൊരു കോൺഫിഡൻസ് വരുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അത് ടെലികാസ്റ്റ് ചെയ്ത സമയത്തൊക്കെ ഒരുപാട് വെച്ചു. എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു പാട്ടിന് കിട്ടിയ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് ആ പാട്ടിനാണ്. പിന്നെ ഈ ഹിന്ദി സോങ് റൗണ്ട് ഉണ്ടായിരുന്നു. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, കാരണം എത്ര പറഞ്ഞാലും എനിക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇപ്പോഴും ഇല്ല. അതുകൊണ്ടാണ് അജി റൂട്ട്കർ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്, ഒരു ലതാജിയുടെ പഴയൊരു പാട്ട് ഞാൻ പാടിയിരുന്നു. അപ്പോൾ അത് പാടിയ സമയത്ത് അത് ടെലികാസ്റ്റ് വന്നതിന് ശേഷം ഏഷ്യാനെറ്റിലെ നമ്പർ എടുത്തിട്ട് എനിക്കൊരു കോള് വന്നു. അത് യൂസഫ് അലി കേച്ചേരി സാറായിരുന്നു. അപ്പോൾ സാറ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ്, അത് അത്ര പോപ്പുലർ അല്ലായിരുന്നു ആ പാട്ട്,
ഓഫ് കോഴ്സ് പോപ്പുലറാണ്, മലയാളികളുടെ ഇടയ്ക്ക് അങ്ങനെ ഓർത്തിരിക്കുന്ന ഒരു പാട്ടല്ലായിരുന്നു. അപ്പോൾ ആ പാട്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന പാട്ടാണ്. അപ്പോൾ ആ പാട്ട് വീണ്ടും കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വന്നു. എനിക്ക് ആ സന്തോഷം ഒന്ന് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത്. മലയാളത്തിൽ എനിക്കിതിന് മലയാളം വരികൾ എഴുതി അത് ഏതെങ്കിലും ഒരു സിനിമയിൽ ഉപയോഗിക്കണം എന്നുണ്ട്. എനിക്ക് പാട്ട് പാടി തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കര സന്തോഷം വന്നിട്ട് എന്താ പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ പക്ഷെ സാറിനെ നേരിട്ട് കാണാൻ പറ്റിയില്ല. ബട്ട് അതൊരു എപ്പോഴും ഞാൻ എപ്പോഴും എന്താ സ്പെഷ്യലായിട്ട് ഓർത്ത് വയ്ക്കുന്ന ഒരു ഫോൺ കോളാണ്. കൺഫ്യൂഷൻ തീർക്കണമേ. 5 ലേഡീസ് ഉണ്ടായിരുന്നു ഡാൻസേഴ്സ്. അപ്പോൾ ശിവശംഭോ ശംഭോ എന്നുള്ള പാട്ട് അതിൽ കുറേ ഒരു ഏകദേശം ഒരു 75-80 മാർക്കും കിട്ടി. പിന്നെ നല്ലോണം അപ്രിസിയേഷൻ കിട്ടി. നമ്മുടെ സമയത്ത് പിന്നെ മാർക്ക് കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായിരുന്നു. അതെ നമ്മുടെ സമയത്ത് ഈ ജഡ്ജിങ് രീതിയൊക്കെ മാറിയല്ലോ. ഇപ്പൊ കുറച്ചും കൂടി ഫണ്ണാണ്, കുറച്ചും കൂടി ഇപ്പം നമ്മളൊരു തെറ്റ് പാടിയാൽ നമുക്കറിയാം അത് കേൾക്കുമ്പോൾ അത് അത്ര നന്നായില്ല അല്ലെങ്കിൽ അത്ര ഇതാ, പക്ഷെ അതിനെ വളരെ നന്നാക്കിയാണ്. അത് എന്താണ് അതിന്റെ ഇതെന്നറിയില്ല. ഇപ്പോൾ അതൊരു എന്താ പാട്ടിങ്ങനെ മോശമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വ്യൂവർഷിപ്പ് കുറയോ അങ്ങനെയാണെന്നറിയില്ല. പക്ഷെ ഞങ്ങളുടെ സമയത്ത് എത്ര ചീത്ത കേൾക്കുന്നോ ആ എപ്പിസോഡിനാണ് കൂടുതൽ റേറ്റിംഗ് വരിക. പിന്നെ കുറെ പേര് നമ്മുടെ പക്ഷം പിടിക്കുന്നവരും കുറെ പേര് ജഡ്ജസിന്റെ പക്ഷം പിടിക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും സത്യം പറഞ്ഞെങ്കിൽ നല്ല സ്ട്രെസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ ഇപ്പോഴത്തെ ആ ഒരു രീതിയെ മാറി. ഇപ്പൊ എല്ലാവരെയും ഇപ്പൊ ഞങ്ങളുടെ ജഡ്ജസ് തന്നെ പല ചാനലിലും ഇരിക്കുമ്പോൾ എന്ത് രസമായിട്ടാണ് അവര് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതൊക്കെ. അപ്പോൾ അത് കാണുമ്പോൾ ശരിക്കും അന്നത്തെ ഒരു ശരിക്കും ഞങ്ങളുടെ ആ ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ ബാക്കി ആരും അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് ഒന്നും ശാസ്ത്രീയ പാടിയിട്ടില്ല. കാരണം എന്താ പറയുക, ടെൻഷനായിരുന്നു. ഓഫ് കോഴ്സ് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു. അതിൻ്റെ അത് അവർ പറഞ്ഞു തരുന്നത് വളരെ കറക്റ്റാണ്. പക്ഷെ നമ്മളെല്ലാവരും ആ സമയത്ത് കൊച്ചു പിള്ളേരായതുകൊണ്ട് പേപ്പർ ഇങ്ങനെ വെച്ചിട്ട് വാതിൽ അതിലോ കിട്ടി മോനെ കിട്ടി, ഇന്നത്തെ കിട്ടി. സത്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇപ്പൊ കുറ്റം പറയില്ല, അത് അവരുടെ പണിയായിരുന്നു, അവരത് ചെയ്തു. നമ്മുടെ പണി നമ്മൾ എടുത്തു. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് മര്യാദയ്ക്ക് പണിയെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. കാരണം പ്രാക്ടീസ് ചെയ്യുന്നത് അവിടെ ശരിയാക്കണേ ഇങ്ങനെ പറയും. അപ്പൊ നമ്മൾ അവിടെ പോയോ അവിടെ ശരി. പിന്നെ അവിടെ രണ്ടാമത് പാടുമ്പോൾ നമ്മൾ അത് കോൺഷ്യസ് ആവും ആ ഭാഗത്ത്. പക്ഷെ അതൊരു സ്ട്രാറ്റജി അങ്ങനെ പോയാലും ആരെങ്കിലും ഒരാൾ ഔട്ടായുള്ളൂ. കാരണം ഈ 45 ഒരു കിടു വരും. അത് ശരിയാണ്. അങ്ങനെയൊക്കെ ഈവൻ നമ്മളെയൊക്കെ എത്രയോ മുമ്പ് ഔട്ടായതാണ് യാസിൻ. ഓസ്കാർ അവാർഡ് വിന്നിംഗ് സോങ് പാടിയ അവനൊക്കെ ഔട്ടായി പോകുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവന്റെ ഉമ്മയുടെ കൈയും പിടിച്ച് അവൻ ഔട്ടായി കരഞ്ഞോണ്ട് പോകുന്നത്. ആ ഗ്രൂമിങ്ങില് വാലിന്മേൽ പൂവും പാടിയിട്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ അന്തിച്ചിരിക്കായിരുന്നു ആ സമയത്ത്. ഗ്രൂമിങ്ങിൽ അവനത് പാടിയപ്പോ ആ സമയത്താണ് ശ്രീവിനായകം വരേണ്ട റൗണ്ടിലാണ് ഞാൻ ഔട്ടാവുന്നത്. അപ്പൊ നമ്മള് അത് ഗ്രൂമിങ്ങിൽ നന്നായിട്ട് പാടിയെങ്കിലും ഗ്രൂമിങ്ങിൽ സൂപ്പറായിട്ട്. പക്ഷെ ആ പാട്ട് പാടുന്ന മുന്നേ ഞാൻ ഔട്ടായി. അതേപോലെയായിരുന്നു യാസിൻ. വാലിന്മേൽ പൂവിലും പാടുന്നതിന് തൊട്ട് മുന്നേ ഞാൻ ഇതുവരെ കണ്ടതിൽ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞ ഈ റിയാലിറ്റി ഷോയിലെ വിന്നേഴ്സ് ആരും വലുതായിട്ട് അങ്ങനെ ഇതായിട്ടില്ല ഇതുവരെ. എല്ലാം പകുതിക്ക് വെച്ച അർജിത് സിംഗ് റിയാലിറ്റി വിന്നർ ആയിരുന്നില്ലല്ലോ, അതിന് മുമ്പ് പോയില്ലേ. ആളിപ്പോ എവിടെയാണ്? അതുപോലെ വിന്നേഴ്സ് ഒന്നും വലിയ കാര്യമായിട്ട് ഒരു പുകയിട്ടിട്ട് പോകുന്നല്ലാണ്ട് അവരൊന്നും ഹൈസിൽ എത്തിയതായിട്ട് എനിക്കറിയത്തില്ല. പക്ഷെ അതിന് മുമ്പ് ഔട്ടായവരൊക്കെയാണ് നല്ലോണം വാശിപ്പുറത്ത് അതെ. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഏറ്റവും ഒരു പോപ്പുലർ അല്ല ഇതായി നിൽക്കുന്ന ഹിഷാമാണ്. ഹിഷാം ഐ തിങ്ക് ഫൈനലിന് തൊട്ട് മുന്നേ പോയ ഒരാളാണ്. പക്ഷെ പുള്ളിയാണിപ്പോ ഒരു സൗത്ത് ഇന്ത്യൻ സെൻസേഷൻ ആയിട്ട് നിൽക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അതാണ് ആ ഒരു പുള്ളി അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം. കാരണം പുള്ളി എനിക്ക് തോന്നുന്നു 2012 മുതലേ ഒരുപാട് ചെറിയ ആ ഒരു ബ്രേക്കിന് വേണ്ടിയുള്ള വെയിറ്റ് ആയിരുന്നു. ഇപ്പം പുള്ളി എന്താ പറയാ വേറെ ലെവലായി എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഇതാണ്. നമ്മളിങ്ങനെ സംസാരിച്ച് കാട് കയറി പോയി നമ്മളിപ്പോ ഏതാണ്ട് 2 മണിക്കൂർ കഴിഞ്ഞു തോന്നണു. നമുക്കപ്പോ ഒരു പാട്ടും കൂടെ പാടി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? അപ്പൊ ഞാൻ വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞോട്ടെ, അടുത്ത ആഴ്ച ഏറെ കീറുവാണ്. എന്നെ വേണ്ടവരൊക്കെ ഇവിടെ ഒന്ന് കണ്ടോളൂ, വിളിക്കേണ്ടവരൊക്കെ വിളിച്ചോളൂ. വിഷുവായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ട് പാടാം. കണ്ണിനു പൊൻകണി കാതിനു തേൻകണി എന്നാലും ഇന്നെന്റെ വിഷു പൂവി അല്ലേ, അതിന് പിന്നെ ഒറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ. നിങ്ങളുടെ ഷോ
സ്റ്റാർ സിംഗർ തുടങ്ങുന്നതും വൈൻഡപ്പ് ചെയ്യുന്നതും രഞ്ജിനി ചേച്ചിയായിരുന്നു. നമ്മൾ സ്റ്റാർ സിംഗറിനെ പറ്റി പറയുമ്പോൾ ചേച്ചിയെ പറ്റി പറയാൻ അതെ, രഞ്ജിനി ചേച്ചിയുടെ ഏറ്റവും പെറ്റായിട്ടുള്ള ആളാണ് രഞ്ജിനി ചേച്ചി, അബ്ബാസിക്ക അല്ലേ, അജയൻ സാർ, മീര ഉണ്ടായിരുന്നു. ദിനേശ് മീര നമ്മുടെ നമ്മളെ സൗണ്ട്സിന്റെ പ്രത്യേകിച്ച് രഞ്ജിനി ചേച്ചിക്ക് ഞാനൊക്കെ ഇങ്ങനെ ഇത് നിന്നിട്ടുണ്ട്. ലൈക്ക് ഭയങ്കര നമുക്ക് ഇതാണ് പവേഴ്സ് തരുന്ന ഒരു ചേച്ചി. എന്താ വെച്ചാൽ പുള്ളിക്കാരി ടേക്സും പുള്ളിക്കാരി എടുക്കുന്ന ടൈമും ലൈക്ക് ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്ന സാധനത്തിലും ഭയങ്കര ഷാർപ്പാണ്. സിംഗിൾ ടേക്സിൻ്റെ ഒരാളാണ്. അങ്ങനെയൊക്കെ കണ്ട് 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 ഭയങ്കര കുറെ സ്റ്റഡീസ് തന്ന ഒരാളാണ് രഞ്ജിനി ചേച്ചി. മീരയുടെ കാര്യം പറയുമ്പോൾ മീര നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു വിഷ് ചെയ്തിട്ട്. ഹലോ കൃഷ്ണജിത്ത്, സുദർശൻ, റോഷൻ, വിനീത ചേച്ചി, നിഖിൽ, എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു, സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണു. ഇതില് കൃഷ്ണജിത്തായിട്ട് ഇടയ്ക്കെങ്കിലും ഒക്കെ എനിക്ക് ഒരു കോണ്ടാക്ട് ഉണ്ട്. നമ്മൾ ഇൻസ്റ്റഗ്രാം വഴി അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. പക്ഷേ ഓഫ്കോഴ്സ് വിനീത ചേച്ചിയും ഇടയ്ക്ക് ദുബായിലേക്ക് വരുന്നു എന്ന് പറയും. അത് കഴിഞ്ഞ് ആ സമയത്ത് ഞാൻ കറക്റ്റായിട്ട് ട്രാവൽ ചെയ്യണ സമയമായിരിക്കും, അതുകൊണ്ട് കാണാൻ പറ്റാറില്ല. പക്ഷേ സുദർശൻ, റോഷൻ ആൻഡ് നിഖിൽ, നിങ്ങളുടെ ഒരു വിവരവും ഇല്ലല്ലോ. ഇടയ്ക്കെങ്കിലും ഈ കുട്ടിയൊന്ന് അന്വേഷിച്ചുകൂടെ നിങ്ങൾക്കൊക്കെ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മളെ സംബന്ധിച്ച് സ്റ്റാർ സിംഗർ എന്നുള്ള ആ ഒരു ലേബിള് എനിക്ക് തോന്നുന്നു ഇനിയും ഒരുപാട് നാളുകൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഞാൻ ഏകദേശം 10-30 സിനിമ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും സ്റ്റാർ സിംഗറിലെ കുട്ടി എന്ന് പറഞ്ഞിട്ട് വന്ന് സംസാരിക്കാറുണ്ട്. പക്ഷേ എവിടേക്കോ നമ്മൾ ടച്ചിൽ ഇല്ലാണ്ടാകാറുണ്ട് ഇടയ്ക്കെങ്കിലുമൊക്കെ. നമുക്ക് ഉടനെ എന്തായാലും എല്ലാവരും യുനോ ഐ വുഡ് ലവ് ടു മീറ്റ് യു ഓൾ. എത്രയും വേഗം കാണാൻ പറ്റട്ടെ. എൻ്റെ കല്യാണമാണ്, ഞാൻ വിളിക്കാൻ വരും എന്തായാലും. അപ്പോൾ അപ്പോഴെങ്കിലും എല്ലാവരും വരിക. ഐ വുഡ് ലവ് ടു സീ യു ഓൾ. എല്ലാവരും സന്തോഷമായിട്ട് സുഖമായിട്ടിരിക്കുക, അടിച്ചു വിളിക്കുക. മീരയുടെ വീഴുമ്പോൾ ഒരു ഓർമ്മ, നമുക്ക് ധ്വനി എന്നൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു പണ്ട്. നമ്മുടെ അമൃത സുരേഷ്, ഞാൻ, മീര, സഞ്ജയ് എന്ന് പറഞ്ഞ സിംഗർ, ഞങ്ങൾ എറണാകുളത്ത് ബേസ്, ഞങ്ങൾ എറണാകുളമാണല്ലോ. അപ്പോൾ എറണാകുളം ബേസ് ചെറിയ ട്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പാടിക്കൊണ്ടിരുന്ന ബെസ്റ്റ് ഫീമെയിൽ സിംഗർ ആയിരുന്നു. ആള് ആങ്കർ ആയിരുന്നില്ല ശരിക്കും, ആള് സിംഗർ പാടാൻ വേണ്ടിട്ടാണ് വന്നത്. പാടാൻ വന്നതാണ്. ചാമൊക്കെ കണ്ടിട്ട് അജയൻ സാർ ഇതാക്കിയത്, ആങ്കർ ആക്കിയതാണ്. ആ ഒരു ഷോ കൊണ്ട് എനിക്ക് തോന്നുന്നു മൂവിയിലേക്കൊക്കെ മൂവി ആക്ച്വലി അന്ന് താല്പര്യം ഇല്ലായിരുന്നു. പക്ഷെ എല്ലാവരും കൂടെ പറഞ്ഞു, അങ്ങനെയൊക്കെയാണ് പറഞ്ഞു വിട്ടതൊക്കെ. ആക്ച്വലി മീരയായിട്ട് കോണ്ടാക്ട് അധികം ഇല്ലെന്നേ ഉള്ളൂ. മീരയുടെ അമ്മയായിട്ട് ഇപ്പോഴും നല്ല കോണ്ടാക്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാവരും ഉണ്ടാവും. കാരണം നമ്മുടെ എന്ത് പാട്ട് അയച്ചു കൊടുത്താലും ഒക്കെ അത് കേട്ടിട്ട് അത് കറക്റ്റായിട്ട് അതിൻ്റെ എന്താ പറയുക, അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഓരോന്നിടുമ്പം മീരയുടെ അമ്മ ഈ കമ്മൽ കൊള്ളില്ല, ഞാൻ എടുപ്പെടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ഒരു ചെപ്പ് എടുത്തോണ്ട് വരാം. എന്നിട്ട് അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒന്നിട്ട് അതിനകത്ത് കയറി ഇനി കഷ്ടകാലത്തിന് നല്ല മാർക്കും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ പുള്ളിക്കാരിയുടെ ക്രെഡിറ്റിലാണ്. അങ്ങനെ ഭയങ്കര ഞങ്ങളെയൊക്കെ ഭയങ്കര കാര്യമായിരുന്നു മീരയുടെ അമ്മയ്ക്കൊക്കെ. മീര ആക്ച്വലി ഈ പറഞ്ഞ ശരിയാണ്. ഇടയ്ക്ക് പോക്കറ്റ് മണിയൊക്കെ തരുമായിരുന്നു. മറ്റേ ഏഷ്യാൻ സ്റ്റുഡിയോന്ന് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നൈസായിട്ട് അവിടെ പോയിട്ട് തട്ടടിക്കണൊക്കെ ഭയങ്കര. ഈ ശരിക്കും ഞങ്ങളെപ്പോലെ തന്നെ ഒരു ഗ്യാങ് ആയിരുന്നു ഞങ്ങളുടെ അച്ഛനമ്മമാരും. അയ്യോ അതേട്ടോ, ഞങ്ങളെ പോലെ എന്റെ പ്രസ്തരായിരുന്നു അച്ഛനമ്മമാരും. പ്രത്യേകിച്ച് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഗോപന്റെ വീട്ടിൽ പോയപ്പം കുറെ നാൾ കൂടിയാണ് അച്ഛനെ കണ്ടപ്പോ എന്നെ കണ്ടവിടെ കണ്ണൊക്കെ നിറഞ്ഞു അങ്കിളുടെ. അപ്പം അങ്ങനെ അവർക്ക് അവരുടെ മക്കൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഞങ്ങളോടും. അപ്പൊ നമുക്ക് പാട്ട്, നമുക്കൊരു ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇവിടെ ഒരാളുടെ ഒരു പ്രോപ്പർട്ടി നമ്മുടെ ബാക്ക് സ്റ്റേജിലുണ്ട്. പ്രോപ്പർട്ടി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഹൃദയമായിരിക്കും. എന്റെ ഹൃദയമാണ്. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, മാരേജ് കല്യാണം കഴിച്ചിട്ടില്ല. പക്ഷെ എന്നാലും എനിക്കൊരു 5-6 ഭാര്യമാരുണ്ട്. ഒരു ഭാര്യ, ഇത് ഗോവന്റെ ഭാര്യയാണ്. ഞാനങ്ങ് എടുത്തു. അപ്പം ഇവര് കട്ട് 5-6 ഭാര്യമാരുണ്ട്, പിന്നെ കട്ട് ചെയ്തിട്ട് സോ ഇതിനും താങ്ക്സ് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട വില്യം ഐസക്കിനോടാണ്. വില്യം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 2007 ഉണ്ടായിരുന്ന സ്റ്റാർ സിംഗറിലെ കണ്ടസ്റ്റന്റ് ആയിരുന്നു. അവൻ ഈ ഗിറ്റാർസ് വായിച്ച് ഇരിക്കുന്ന കണ്ടിട്ടും ഫുൾ ടൈം ഇവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, വിനീത ചേച്ചി, ടീനു, എല്ലാവരും ഒന്നിച്ചിരുന്ന് പാട്ട് ആസ്വദിച്ച് ഇവരിങ്ങനെ വായിച്ച് ഇങ്ങനെ ഇരിക്കുമ്പം അന്ന് മുതലേ ഇങ്ങനെ കേട്ട് 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 മനസ്സിലിത് പഠിക്കണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യമാണ്. വർഷങ്ങൾ എടുത്തിട്ട് ഞാനിങ്ങനെ, എന്നാലും കംപ്ലീറ്റ്ലി പഠിച്ചിട്ടില്ലെങ്കിലും
വില്യമാണ് എന്നെ ഇനീഷ്യലി അന്ന് വില്യം ഞങ്ങളുടെ ഈ ഗ്രൂമിങ് സെഷൻ വരുമ്പം ഗിറ്റാർ അവനാണ് വായിക്കുക. അപ്പം വില്യം ഗിറ്റാർ വെച്ചിട്ട് അങ്ങോട്ട് പാടി തുടങ്ങി കഴിഞ്ഞ പെണ്ണുങ്ങളെല്ലാം ഈ പറഞ്ഞ പോലെ കൃഷ്ണൻ ഓടക്കുഴൽ വായിക്കണ പോലെയാ. എല്ലാവരോടും വന്നിട്ട് ചുറ്റും കയറി ഇരുന്നിട്ട് പിന്നെ പാട്ടായി പാപ്പ എല്ലാവരും അങ്ങനെയായിരുന്നു. അവര് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അന്നേ തുടങ്ങിയതാണ്, വർഷങ്ങളായി. കൂമ്പരച്ചിരുന്ന ടീമിന്റെ കൂട്ടത്തിലുള്ള ഒരാളാണ്. അല്ല, ഞാൻ അവിടെ നിൽക്കില്ല, കൂമ്പരക്കുമല്ലോ എന്തായാലും അവിടെ ഞാൻ മാറിയൊക്കെ പോകും. അപ്പൊ അന്ന് മുതലേ വില്ലുവിന്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് വില്യം പഠിപ്പിച്ചിരുന്ന കുറേ സാധനങ്ങൾ, കോഡ്സും കോഡ് പൊസിഷൻസും അതിന്റെ എല്ലാം പഠിപ്പിച്ചത് അവനാണ്. സോ വില്ലുവിനെ ഓർക്കുന്നു, വില്ലുവിനോട് നന്ദി ഒന്നും പറയുന്നില്ല. എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്. സോ ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് ഇതിലൊക്കെ എപ്പോഴും ഉണ്ടാവാറ്. സോ ഞാൻ അപ്പൊ ഏതാ നമ്മളിന്ന് പാട്ട് പാടണേ? ഏതാ? ഒരു വിഷുവിന്റെ പാട്ട്, പൂവിളി പൂവിളി പൊൻ വിഷുവായി. അപ്പൊ പാടിയാലോ? ഈ പിച്ച് മതിയോ? ഏട് മണ്ണടിയും കൊന്ന പൂക്കണിയായി പീലിക്കാവുകളിൽ കാലപ്പൂക്കളിയായി മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി പീലിക്കാവുകളിൽ കാലപ്പൂപ്പൊലിയായി തങ്കത്തേരിലേറും കുളിരന്തിത്താരകങ്ങൾ വരവർണ്ണ ഗീതരാജിയായി മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി പീലിക്കാവുകളിൽ കാലപ്പൂപ്പൊലിയായി